നമസ്കാരമുണ്ടേ. ഈ വീഡിയോയുടെ ദൈർഘ്യം ഒരു 15 മിനിറ്റ് താഴെ മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് നല്ല സുന്ദരമായിട്ടുള്ള ഒരു കടൽത്തീരം ആസ്വദിക്കുകയും ചെയ്യാം. ആ കടൽത്തീരത്ത് തിരയെണ്ണിക്കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അതിനുശേഷം നല്ല സുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ നല്ല ഒരു അസ്തമയവും കാണാം. അപ്പോൾ പോവല്ലേ? നമസ്കാരം. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഈ കാണുന്നത് കുഴിപ്പള്ളി ബീച്ചാണ് കേട്ടോ. ഇപ്പോൾ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുഴിപ്പള്ളി ബീച്ച് കഴിഞ്ഞ് കുഴിപ്പള്ളി ബീച്ചിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെറായി ബീച്ചായി. ഇതാ ചെറായി ബീച്ചിലെത്തി. തലേ ദിവസത്തെയും രാവിലെ പെയ്ത മഴയുടെ വെള്ളമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. അതിനടുത്ത് കുറച്ചുകൂടെ വടക്കോട്ട് നീങ്ങിയാൽ കാണുന്ന ഒരു റെസ്റ്റോ കഫേയാണ് ചില്ലി ഔട്ട് റെസ്റ്റോ കഫേ. ചില്ലി ഔട്ടല്ല, ചില്ലി ഔട്ട് റെസ്റ്റോ കഫേ. വളരെയധികം വർണ്ണങ്ങളിൽ പൊതിഞ്ഞ റെസ്റ്റോ കഫേയാണ്. ഒരു ഗോവൻ ആംബിയൻസ്. അത് തന്നെയല്ല, അവിടുത്തെ കടൽ തീരത്തെ നിരത്തിയിട്ടിരിക്കുന്ന കല്ലുകൾ പോലും വർണ്ണത്തിലാണ്. എങ്ങനെ നമ്മൾ അവിടെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവരുടെ മെനു കാർഡൊക്കെ തപ്പി കുറച്ച് സാധനങ്ങൾക്ക് ഓർഡർ ചെയ്തു. റെസ്റ്റോറൻറ്റ് ഫുള്ളാണ് കേട്ടോ. നമ്മൾ അല്പം നേരത്തെയാണ്, വൈകുന്നേരം ആയാലും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഒരു ഗോവൻ സ്റ്റൈലിൽ തീർത്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ്. വെളിയിൽ നല്ല പ്രകാശമുണ്ട്. ഇതൊക്കെ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ. വെളിയിൽ തിരയടിക്കുന്നത് കേൾക്കാൻ, തിരമാലയുടെ സംഗീതം ഇപ്പോഴേ ആസ്വദിച്ച് ആ കാറ്റ് കൊണ്ടിരുന്നോട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഞങ്ങൾ 3 വെറൈറ്റി ഓഫ് മൊജിറ്റോസ് ഒക്കെ ഓർഡർ ചെയ്തു. അത് വന്നു. ആദ്യം അത് ആസ്വദിക്കാം അല്ലേ. മെനുവിലെ അടുത്ത ഐറ്റം വന്ന് ഒരു പിസ്സയാണ്. ഈ പിസ്സയൊക്കെ കഴിച്ചു. ചില്ലി ഓയിലൊക്കെ ഒഴിച്ച് പീസ് നിങ്ങൾ ആസ്വദിച്ച് നോക്കൂ. അത്ര മനോഹരമാണ് ഈ റെസ്റ്റോറൻറ്റ്. നോക്കി, ഒരു ഗോവയിലൊക്കെ പോയിട്ടുള്ളവർ കാണാം, ബീച്ച് സൈഡിൽ കാണുന്ന റെസ്റ്റോറൻറ്റ് പോലെയുള്ള റെസ്റ്റോ കഫേയാണിത്. മുഴുവൻ സമയം വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അവിടെ വരുന്നവരെല്ലാം കൂടുതൽ വീഡിയോ എടുക്കാനാണ് വരുന്നതെന്ന് തോന്നുന്നത്. കാരണം ഇത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസ്റ്റോ കഫേയാണ് ചില്ലി ഔട്ട് റെസ്റ്റോ കഫേ. ഇനി നമുക്ക് കുറച്ച് നേരം കടലിൻ്റെ ഇരമ്പലൊക്കെ ഒന്ന് ആസ്വദിക്കാം. എന്തു പറയുന്നു? ചെറായിൽ ഇത്ര മനോഹരമായിട്ട് ഫുഡ് ആസ്വദിക്കാവുന്ന, അല്ല ഭക്ഷണം ആസ്വദിക്കാവുന്ന ഒരു റെസ്റ്റോറൻറ്റ് വേറെ ഉണ്ടോ എന്ന് സംശയമുണ്ട് കേട്ടോ. ഇത്ര തീരത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന, കടൽ തീരത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന റെസ്റ്റോറൻറ്റ് നോക്കി. ആ ആംബിയൻസ് ഒരു ഭയങ്കരമാണ്. ആ കളർ ഭയങ്കര ഭംഗിയാണ് ഇതിനെ കാണാൻ. എത്ര നേരം നോക്കി നിന്നാലും മടുക്കാത്ത അന്തരീക്ഷം അല്ലേ. സമയം ഏതാണ്ട് 5:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ വെള്ളി വെളിച്ചമല്ല, ശരിക്കും സ്വർണ്ണ വെളിച്ചം എല്ലായിടത്തും ഇങ്ങനെ പരന്ന് വാവ്. ഇതാണ് ഇതിൻ്റെ പുറകിൽ നിന്നുള്ള കാഴ്ചകൾ. ധാരാളം ആൾക്കാർ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോരണമെന്നേ തോന്നിയില്ല. പ്രത്യേകിച്ച് രാധിക ഒരു കടലിൻ്റെ ആരാധികയാണ്. മക്കൾ ഒക്കെ ഫോട്ടോഷൂട്ടിൽ ഇങ്ങനെ
നിറഞ്ഞ് ആസ്വദിച്ച് കടലിൻ്റെ സംഗീതം ഒരു ഭയങ്കരമാണല്ലേ. ഇനി അവിടെ നിന്ന് റെസ്റ്റോറൻറ്റുകാരുടെ കച്ചവടം നമ്മൾ കളയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പതിയെ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തും ഈ റെസ്റ്റോറൻറ്റ് നല്ല കാഴ്ചകളാണ്. വർണ്ണങ്ങൾ വാരി വിതറിയിരിക്കുന്ന റെസ്റ്റോറൻ്റാണ്. റോഡിൽ നിന്ന് എടുത്ത് കാണാം ഇന്ന് രാവിലെയോ പെയ്ത മഴയുടെ അംശങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. പാർക്കിങ് ശരിക്കും ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അവിടെ നിന്ന് വണ്ടി എടുത്ത് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങാനായിട്ട്. ഇതുകൊണ്ട് ഓല കൊണ്ട് മേഞ്ഞതാണ് ഈ റെസ്റ്റോ കഫേ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അടുത്തത് അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ മാത്രമുള്ള മുനമ്പം ബീച്ചിലേക്കാണ്. മുനമ്പം പാർക്കും ബീച്ചും ഒക്കെ. ഇത് 2009 മറ്റാണ് ഈ പാർക്കും ബീച്ചും ഒക്കെ ഉണ്ടാകുന്നത് കേട്ടോ. നാച്ചുറലായിട്ട് മണൽ അടിഞ്ഞു കൂടിയ ഒരു പ്രദേശമാണ് അവിടെ പാർക്കും ബീച്ചും ഒക്കെ ആയിട്ട് മാറ്റുകയാണ് ചെയ്തത്. ഇവിടെ ഈ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് വിശ്രമിക്കാൻ വളരെ നല്ല അന്തരീക്ഷമുള്ള ഒരു ബീച്ചാണ് കേട്ടോ മുനമ്പം ബീച്ച്. ഫുട്ബോൾ കളിക്കാനൊക്കെ സ്ഥലമുണ്ട്. അതിനങ്ങനെ പല പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് വളരെ നല്ല അന്തരീക്ഷമുള്ള ഒരു ബീച്ചാണ് മുനമ്പം ബീച്ച്. മെയിൻ്റനൻസ് എല്ലായിടത്തെയും പോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ടെന്നേ ഉള്ളൂ. എങ്കിലും വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ ചൂണ്ടയിടുന്ന ആൾക്കാരുണ്ട്, അതുപോലെ വലയെറിയുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ചാലക്കുടിപ്പുഴയും പുള്ളൂറ്റുപുഴയും ഒന്നിച്ച് ചേർന്ന് അറബിക്കടലിലേക്ക് എത്തുന്ന പ്രദേശമാണ് കേട്ടോ. ഇത് പുഴയാണെന്ന് ചുരുക്കം. പെരിയാറിൻ്റെ വടക്കൻ കൈവഴിയാണ് ഈ പുഴകൾ. ഇത് വന്നിട്ട് ഇവിടെയാണ് അറബിക്കടലിലേക്ക് വന്ന് ചേരുന്നത്. ഇത് പുഴയുടെ ഭാഗങ്ങളാണേ. ഇവിടെയൊക്കെ മീൻ പിടിക്കാനൊക്കെ ആൾക്കാർ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചൂണ്ടയിടുന്ന ആൾക്കാർ. വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ഇതിലൂടെ നടക്കുക, ഈ കാഴ്ചകൾ കാണുക എന്ന് പറയുന്നത് ഭയങ്കര രസകരമായ ഒരു കാഴ്ചയാണ്. ഇതാണ് മുനമ്പം ബീച്ച്. കണ്ടോ, അവിടെ വല തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ആൾക്കാർ കാണാനും വന്നിട്ടുണ്ട്. കുറേ പേര് ഇപ്പോഴ് കടലിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം വലയിട്ടിട്ട് കയറി വരുന്നത്. പക്ഷേ ഇവരുടെ കയ്യിലൊന്നും വലയ്ക്കകത്തൊന്നും കുടുങ്ങിയതായിട്ട് നമ്മളിതുവരെ കണ്ടില്ല കേട്ടോ. അപ്പോൾ കാത്തു നിൽക്കാം. ഇവർ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് കടലിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. ഇദ്ദേഹമൊക്കെ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക, പല പ്രാവശ്യം കയറി ഇറങ്ങിയതായിരിക്കും. ഈ വല വീശുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ആ ചുമന്ന ഷർട്ടിട്ട ആളെ ഒന്ന് നോക്കിയോ കേട്ടോ. അദ്ദേഹമാണ് വീശുന്നത്. നമ്മൾ കടലിലേക്ക് ഇറങ്ങിപ്പോകും വീശുന്നത് കാണുന്നത്. പല സൈഡിൽ നമുക്ക് പുഴയിലൂടെ ഫിഷിംഗ് ബോട്ടുകൾ പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ചുമന്ന ഷർട്ടുകാരൻ പയ്യെ വലയുമായിട്ട് കടലിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നീല ഷർട്ടുകാരനുണ്ട്. രണ്ടുപേരും കൂടെ കടലിലേക്ക് ഇറങ്ങുകയാണ്. തിര കുറയുന്ന സ്ഥലത്താണ് അവർ, തിര വന്ന് പോയി കഴിയുന്ന സ്ഥലത്താണ് അവർ വല വീശി എറിയുന്നത്. അപ്പോൾ നോക്കിയെന്നുള്ളൂ, എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഒരു നല്ല അവസരം അവർ നോക്കിയൊക്കെയാണ്, തിര ഒതുങ്ങുന്ന അവസരം നോക്കിയിട്ടാണ് അവർ വല എറിയുന്നത് കേട്ടോ. ഇപ്പോഴെറിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ചു നേരം കാത്തു നിൽക്കണം. കാരണം ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാത്തു നിന്ന് ആസ്വദിച്ച് നമ്മൾ പിടിക്കുമ്പോഴാണല്ലോ ഫിഷിങ്ങിൻ്റെ ഒരു സൗന്ദര്യം അല്ലേ. വീശി ഇറങ്ങി. കണ്ടോ, വീശി ഒരു വല ഇറങ്ങിയിട്ടുണ്ട്. ഇനി അദ്ദേഹം വലിച്ചെടുക്കും. ഇനി അതിനകത്ത് വല്ലതും ഉണ്ടോ എന്നുള്ളത് യോഗം പോലെ ഇരിക്കും.
അടുത്തയാളും വല എറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരുടെയൊന്നും വലയിലൊന്നും ഈ സമയം വരെ കുടുങ്ങിയില്ല കേട്ടോ. അതുകൊണ്ട് അത് കാണാനുള്ള യോഗം നമുക്കില്ല എന്ന് വിചാരിക്കാം. ഇതൊരു ചീനവല അവിടെ ഉണ്ട്. അത് ഈ പറഞ്ഞതുപോലെ പഴയ മരം കൊണ്ടുള്ള ചീനവലകളൊക്കെ പോയി ഇപ്പം പൈപ്പ് ഇട്ടിട്ടുള്ള ചീനവലയാണ്. ഇവിടുന്ന് കടലിലേക്ക് ഒരു പാലം ഉണ്ട് കേട്ടോ. പാലം മീൻസ് ഒരു ബണ്ട് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, കടൽപ്പാലം, കടൽമുട്ട്. അപ്പം അതിലേ നമുക്ക് പോകുന്ന ഇത്തിരി റിസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. കാരണം കടലിനിടയിൽ കൂടെയൊക്കെ നടക്കണം. സൂര്യൻ പയ്യെ അസ്തമിച്ചു തുടങ്ങി. നമുക്ക് സൂര്യൻ്റെ അസ്തമയം നമുക്ക് നോക്കിയിരുന്ന് കാണാം. ഇതാണ് അഴിമുഖം. കടലിലേക്ക് ഈ പുഴ വന്ന് ചേരുന്ന സ്ഥലമാണിത് കേട്ടോ. ഇതാ ഒരു ഫിഷിംഗ് ബോട്ട്. എന്ത് മനോഹരമാണ് നോക്കി. സ്വയം നമ്മൾ മറന്നു പോകുന്ന കാഴ്ചകളാണിതൊക്കെ. തെയ്യത്തും പാടാൻ തോന്നുന്നല്ലേ. ഒരു കുഞ്ഞ് ഇതാ മറ്റൊരു സുന്ദരി ഇങ്ങനെ നടന്നു പോകുന്നു. ഒരാൾ മോളെ കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. റിസ്ക്കാണ്. അടുത്ത വേറൊരു ബോട്ടും കൂടെ വരുന്നുണ്ട് കേട്ടോ. അത് വേറൊരു ബോട്ടും കൂടെ ഇങ്ങനെ കടന്ന് പുഴയിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനിയും ഇവിടെ കാത്തിരിക്കുക, കണ്ട് ആസ്വദിക്കുക. മറ്റൊരു ചെറിയ ബോട്ടല്ല, ചെറിയൊരു വള്ളം, മോട്ടോർ ഘടിപ്പിച്ചൊരു വള്ളം പോകുന്നു. ആകാശത്തിൻ്റെ കളറൊക്കെ നോക്കി, പലതരം വർണ്ണങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുകയാണ് ആകാശത്ത്. എന്താണെങ്കിലും ഒരു ദിവസത്തെ വൈകുന്നേരം എടുത്ത അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞെടുത്ത ഒരു തീരുമാനത്തിൽ വളരെ ആസ്വാദ്യകരമായി തോന്നിയ ചില നിമിഷങ്ങളാണ്, ചില മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നുപോയത് കേട്ടോ. ഇവിടുന്ന് ചെറിയ കടലപ്പൊതിയൊക്കെ വാങ്ങി ഞാനും മോനും മക്കളും കൂടി കഴിച്ച് ആണ് ഇവിടുന്ന് പോരുന്നത്. ആകാശത്തിലെ കളറുകൾ ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്കൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവർ എല്ലാവർക്കും നന്ദി. ബായ്.